ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഷവർമ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല കേട്ടോ. കുട്ടികളായാലും മുതിർന്നവരെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇതാണ് ഷവർമ കേട്ടോ. അപ്പോൾ നമുക്ക് ഷവർമ ബോൾസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ ഷവർമ ഇറങ്ങാണ്ട് നമുക്ക് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടില്ല, നമുക്ക് ഷവർമ ബോൾസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പിച്ചി കൊടുത്താൽ മതി കേട്ടോ. കാരണം നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. മിക്സിയിലിട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് തന്നെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ വേണ്ട, ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഞാൻ കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ക്യാരറ്റ് ഉണ്ട്, അപ്പോൾ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ തക്കാളി ഒന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഉള്ളതത് എടുത്തിട്ടില്ല കേട്ടോ, പുറത്തോലി മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്യാബേജ്, പിന്നെ വലിയുള്ളി, ചെറിയൊരു വലിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈനസാണ്. ഇനി ഇതെല്ലാം പാടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. നല്ല സാധാ ഫ്രഷ് വാട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ബ്രെഡ് ഒരു പീസ് എടുക്കുക. എന്നിട്ട് 2 സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ബ്രെഡൊന്ന് നനയാൻ വേണ്ടി മാത്രം മുക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈയിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് നമ്മളെ മിക്സിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 4 സൈഡും കൂട്ടി പിടിച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരു ഉരുള പോലെ, ഒരു ബോൾസ് പോലെ ആക്കിയെടുക്കാം കേട്ടോ. ബ്രെഡ് തന്നെ നമ്മൾ നനച്ചത് കൊണ്ട് ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല, നല്ലതുപോലെ തന്നെ ബോൾസായിട്ട് കിട്ടും. ഇപ്പോൾ ഇതുണ്ട്, നല്ലൊരു ബോളായിട്ടോ. ഇനി നമുക്ക് ഇത് ബ്രെഡിൻ്റെ ക്രംസിലിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് അതിലിട്ട് കൊടുക്കാം. ഓയിലിട്ടതിന് ശേഷം അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു വശം ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ.
പൊട്ടിപ്പോണ പേടിയൊന്നും പേടിക്കണ്ട, പൊട്ടിപ്പോകുമൊന്നുമില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ബ്രെഡ് ആയതും തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. പിന്നെ ഉള്ളിലൊന്നും നമുക്ക് വെജിറ്റബിൾസ് അല്ലേ, അതൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല. ഈ പുറം ഭാഗം ഒന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടി അപ്പം തന്നെ നമുക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഒട്ടും തന്നെ ഓയിൽ കുടിക്കൊന്നുമില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഷവർമ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതും പറ്റണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഷവർമ ഇഷ്ടപ്പെടാത്ത ഒരാളും ഇല്ലല്ലോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.